ഹലോ വെൽക്കം ബാക്ക് അഡോൺ വിത്ത് ഇംഗ്ലീഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HSCയുടെ സിലബസിലെ പാർട്ട് ബിയിലെ ഫസ്റ്റ് ടോപ്പിക്കായ സോണറ്റ് 121 ആണ്. Written by William Shakespeare. I think there is no need explanation for William Shakespeare. So 1564 and 1616 are years ഒന്ന് ആലോചിച്ച് വയ്ക്കുക. 1564 the birth year and the 1616 the death year. Then April 23 എന്നുള്ള ആ ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുക. There is a coincidence. The birth and death date is the same. So there are 154 sonnets in English published in the year 1609. So ആരാണ് പബ്ലിഷ് ചെയ്തത് എന്ന് ചോദിച്ചാൽ തോമസ് ടോപ്പ് ആണ് ഈ സോണറ്റ്സ് പബ്ലിഷ് ചെയ്തത്. സോ ഈ 154 സോണറ്റ്സിനെ 3 ഡിവിഷൻ ആക്കിയിട്ടുണ്ട്. അതിൽ 1 to 126 അഡ്രസ് ചെയ്യുന്നത് ഫെയർ യൂത്തിനെയാണ്. ദെൻ 127 to 152 അഡ്രസ് ചെയ്യുന്നത് ഡാർക്ക് ലേഡി ആണ്. ദെൻ 153 to 153 and 154 ഫോക്കസ് ചെയ്യുന്നത് classical god Cupid. So then sonnets എന്ന് പറയുമ്പോൾ നമുക്കറിയാം 40 ലൈൻസ് ആണ് ഉണ്ടാവുക. സോ ഈ 40 ലൈൻസിനെ 3 quatrains plus 1 couplet ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് 3 quatrains means 4 plus 4 plus 4. അതായത് 4 ലൈൻസ് ഉള്ള 1 by 1 സെറ്റ് ആയിട്ടുള്ള 3 quatrains plus 1 couplet. 1 couplet എന്ന് പറയുമ്പോൾ 2 lines. അങ്ങനെ 40 ലൈൻസ് ആണ് ഉള്ളത്. Then the rhyme scheme is AB AB CD CD EF EF GG ആണ്. Then in the metric measures in iambic pentameter. ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഡിസയർ, ഡിസപ്പോയിൻമെന്റ്, ഐഡന്റിറ്റി, റിലേഷൻഷിപ്പ് ഒക്കെയാണ്. പിന്നെ ഇമോഷൻസ് ഇവോക്ക് ചെയ്യുന്നത് ആങ്കർ, ഫ്രസ്ട്രേഷൻ, ഗിൽട്ട്, പ്രൈഡ്, റിസൈലൻസ് ഒക്കെയാണ്. Poem start with the line, "'Tis better to be vile than vile esteemed." So I'm going to explain line by line. So let's move on the first quatrain. "'Tis better to be vile than vile esteemed, when no beer receives reproach of being, and the just pleasure lost which is so deemed, not by our feeling but by others' seeing." So here the poet says, നമ്മൾ നല്ലതായിട്ടിരുന്നിട്ട് കാര്യമില്ല, മറ്റുള്ളവർ നമ്മളെ കൺസിഡർ ചെയ്യുന്നത് ഈവിൾ ആയിട്ടാണ്. സോ നമ്മൾ ഈവിൾ ആയിട്ട് തന്നെ ഇരിക്കുക. ദെൻ നമ്മൾ ഈവിൾ അല്ലെങ്കിൽ പോലും മറ്റുള്ളവർ നമ്മളെ ഈവിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈവിൾ ആയിട്ട് ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിലൂടെ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മളിൽ ഇല്ലാതാവുകയാണ്. ഹിപ്പോയ് സേസ്, എന്തിനാണ് ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? He's going to focus on himself. So ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാട്രൈനിൽ വില്യം ഷേക്സ്പിയർ പറയുന്നത്. Second quatrain, "For why should others' false adulterate eyes give salutation to my sportive blood, or on my frailties why are frailer spies, which in their wills count bad that I think good." So here the poet raised 2 questions. So first of all, already corrupted ആയിട്ടുള്ള, already ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആളുകളെ എന്നെ എന്തിനാണ് ജഡ്ജ് ചെയ്യാൻ വരുന്നത്? മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തിനാണ് അവര് തലയിടാനായിട്ട് വരുന്നത്? Or on my frailties why are failure space, which in their wills count bad that I think good. So നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ബാഡ് എന്നും ഗുഡ് എന്നും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതെന്തിനാണ് അവർ ജഡ്ജ് ചെയ്യാൻ വരുന്നത്? അതിന്റെ ഡ്രോബാക്സും അതിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാണ് അവരെ ജഡ്ജ് ചെയ്യാനായിട്ട് വരുന്നത് എന്നാണ് ഈ ക്വാട്രൈനിൽ ഷേക്സ്പിയർ ചോദിക്കുന്നത്. "No, I am that I am, and that they that level, and my abusers reckon up thereon. I may be straight though they themselves be bevel.
By their rank thoughts my deeds must not be shown. സോ ഇവിടെ ഷേക്സ്പിയർ പറയുന്നത് ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും ഞാൻ എന്താണോ അതാണ് ഞാൻ. ഐ ആം ദാറ്റ് ഐ ആം എന്നാണ് പറയുന്നത്. സോ മേ ബി അവർ പറയാം ഇത് തെറ്റാണ്, ഇത് മോശമാണ്, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള ആളുകൾ എന്ത് പറഞ്ഞാലും ഐ ആം നോട്ട് ഗോയിങ് ടു ബോദർ ഫോർ ദാറ്റ് ഹിപ്പോക്രാറ്റിക് പീപ്പിൾസ്. ഇങ്ങനെ തെറ്റു പറയുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടേതായ ഡ്രോബാക്സ് ഉണ്ടാവാം. I may be straight thought by themselves be bevel, by their rank thoughts my deeds must not be shown. മേ ബി ഞാനായിരിക്കാം കറക്റ്റ്, അവരായിരിക്കാം ഈവിൾ, പക്ഷെ അത് കൺസിഡർ ചെയ്യാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഇല്ല എന്നാണ് ഈ തേർഡ് ക്വാർട്ടറൈനിൽ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. So this is the last two line which makes a rhyming couplet. Unless these general evil they maintain, all men are bad in their badness rhyme. സോ എല്ലാ ആളുകളും ഈവിളാണ്, അവരിൽ ബാഡ് ക്വാളിറ്റീസ് നിറഞ്ഞു നിൽക്കുകയാണ് എന്നൊക്കെയുള്ള ഫാൾസ് ജഡ്ജ്മെന്റ് എന്ന് ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഈവിൾ ആയിട്ടുള്ള ആളുകളിൽ എന്ന് അതിൽ ആ ചിന്താഗതിയിൽ മാറ്റം വരുന്നുവോ അപ്പോൾ മാത്രമേ അവർക്ക് ആ നെയ്റോ മൈൻഡഡ്നെസ്സിൽ നിന്ന് വെളിയിലേക്ക് വരാൻ പറ്റുകയുള്ളൂ, ഇല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇത് നിലനിന്നുകൊണ്ടിരിക്കും എന്നാണ് ഷേക്സ്പിയർ ഈ ഫൈനൽ കപ്ലെറ്റിൽ പറയുന്നത്. ഓക്കെ, so I hope you understood the sonnet 121. So keep watching Adorn with English. Bye.